അപ്പം നമ്മളോട് എപ്പോഴും സാറിനോടായാലും സാറിൻ്റെ Q&A സെക്ഷനിലൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അവർ ബൈ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോവും. അതായത് അവർ ബൈ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇറങ്ങും, അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഓപ്പോസിറ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പുതിയ ട്രേഡേഴ്സ് എപ്പോഴും സാറിനോട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എന്താണ് സാറിന് പറയാനുള്ളത്? ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബൈയും സെല്ലും മാത്രമല്ല. അങ്ങോട്ട് ഒന്നെങ്കിൽ മുകളിലേക്ക് കയറാം അല്ലെങ്കിൽ താഴേക്ക് അടിയാം. ഇത് മനസ്സിലാക്കേണ്ട ഫാക്ടർ എന്താണ്? ഒരു ഇമോഷൻസ് വർക്കൗട്ട് ചെയ്യും. 2, ലോട്ട് സൈസ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മളെടുത്തിരിക്കുന്ന പൊസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യും? അവന് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരപ്പത്തിൻ്റെ പൊസിഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് വീണ്ടും തിരിച്ച് ഓപ്പോസിറ്റ് പോകുമ്പോൾ എന്തായിരിക്കും? ആ പ്രോഫിറ്റ് കിട്ടത്തുമില്ല. അപ്പോൾ ലോട്ട് സൈസ് മാനേജ്മെൻറ്റ് വളരെ മസ്റ്റാണ്. പിന്നെ ഇമോഷൻസ് കൺട്രോളും. 3ാമത്തെ പോയിൻ്റാണ് എന്ത്? എങ്ങനെ എവിടെ എൻ്റർ ചെയ്യണം, എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് പഠിച്ചിരിക്കുക. ഈ ട്രേഡേഴ്സിൻ്റെയൊക്കെ തന്നെ ഡെമോ ട്രേഡിങ് നോക്കി കാണാൻ പറ്റും. ഇവരൊക്കെ മിക്കവാറും കാശുണ്ടാക്കിയ ട്രേഡേഴ്സ് ആയിരിക്കും. പക്ഷെ ലൈവിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ട്രേഡിങ് സ്ട്രാറ്റജി മാത്രമല്ല, ആ ഇമോഷൻസൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം. ഇതാണ് നമ്മളെപ്പോഴും ഞാൻ പറയുന്ന അഡ്വാൻസ് കോഴ്സിലൊക്കെ പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ആ ഇമോഷൻസും ജേണലൊക്കെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓർഗനൈസ്ഡ് ആകുമ്പോൾ എന്തായിരിക്കും? കറക്റ്റായിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും.